ഹലോ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നവോത്ഥാന നായകന്മാരുടെ വിശേഷണങ്ങൾ, അപരനാമങ്ങൾ, അവർ മറ്റു ചില പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ശ്രീനാരായണ ഗുരു, കുമാരനാശാൻ, ചട്ടമ്പി സ്വാമികൾ, ബ്രഹ്മാനന്ദ ശിവയോഗി, വൈകുണ്ഠസ്വാമികൾ തുടങ്ങിയ നവോത്ഥാന നായകരുടെ വിശേഷണങ്ങളാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യം ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ്, ഗുരുദേവൻ, നാണു ആശാൻ, കേരള ബുദ്ധൻ, രണ്ടാം ബുദ്ധൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. അടുത്തത് കുമാരനാശാൻ, സ്നേഹഗായകൻ, ചിന്നസ്വാമി, ദിവ്യകോക്കിലം, വങ്കദേശീയൻ, ആശയഗംഭീരൻ, നവോത്ഥാനത്തിൻ്റെ കവി, വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്നീ പേരുകളിൽ കുമാരനാശാൻ അറിയപ്പെടുന്നു. അടുത്തത് ചട്ടമ്പി സ്വാമികൾ. കുഞ്ഞൻപിള്ള, അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമമാണ് കുഞ്ഞൻപിള്ള. അതുപോലെ തന്നെ അയ്യപ്പൻ എന്നീ പേരുകളിൽ ആരൊക്കെ അറിയപ്പെടുന്നു? ചട്ടമ്പി സ്വാമികൾ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റു വിശേഷണങ്ങളാണ് ഷൺമുഖദാസൻ, സർവവിദ്യാധിരാജ, യോഗീശ്വരൻ, ശ്രീഭട്ടാരക, ശ്രീ ബാലഭട്ടാരക, കാഷായം ധരിക്കാത്ത സന്യാസി, അതുപോലെ തന്നെ കാവിയും കമണ്ഡലവും ധരിക്കാത്ത സന്യാസി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. അടുത്തത് ബ്രഹ്മാനന്ദ ശിവയോഗി. കാരാട്ട് ഗോവിന്ദ മേനോൻ, ഗോവിന്ദൻകുട്ടി എന്നീ പേരുകളിൽ അദ്ദേഹം അറിയപ്പെടുന്നു. അതുപോലെ തന്നെ പുരുഷസിംഹം, ആലത്തൂർ സ്വാമി, സിദ്ധമുനി, നിരീശ്വരവാദികളുടെ ഗുരു എന്നീ പേരുകളിൽ ബ്രഹ്മാനന്ദ ശിവയോഗി അറിയപ്പെടുന്നു. അതുപോലെ തന്നെ അടുത്തത് വൈകുണ്ഠസ്വാമികൾ. കേരള നവോത്ഥാനത്തിൻ്റെ വഴികാട്ടി, സാമൂഹിക വിപ്ലവകാരി, അയ്യ, സമ്പൂർണ്ണദേവൻ, മുടിചൂടും പെരുമാൾ, മുത്തുകുട്ടി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് വൈകുണ്ഠ സ്വാമികളാണ്. അപ്പോൾ ഇവരുടെ വിശേഷണങ്ങളും ഇവരുടെ അപരനാമങ്ങളും പേരുകളൊക്കെ പല PSC എക്സാമിനും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് വിശദമായി തന്നെ പഠിക്കാൻ ശ്രമിക്കുക.